ഡോക്ടർ എ സമ്പത്ത്, ഇപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ RSSൽ പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്നു വന്നിട്ടുള്ള ആളാണ് ഗോവ സ്വദേശിയായ ആർലേക്കർ. അദ്ദേഹം വളരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് തൊട്ടു പിന്നാലെ പുതിയ ഗവർണർ എത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ പറഞ്ഞത് ഈ വരുന്ന ആളാരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ ഒരു പരിവാറുകാരനായ ഒരാൾ ഗവർണറായി വരുമ്പോൾ അതിലൂടെ BJP ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അദ്ദേഹം ഗോവയിൽ ക്രൈസ്തവ സമുദായവുമായി വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യം കൂടി ഗവർണർക്കുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു പക്വമതിയായ വ്യക്തിയാണ് ഗവർണർ ആർലേക്കർ എന്ന്. ആ വിലയിരുത്തലുകൾ തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചതിനെ പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം സർക്കാർ മിണ്ടാതിരുന്നത്? മൂന്നാമത്, ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞു രാജ്ഭവന്റെ വഴിക്ക് പോകും, സൗകര്യമുണ്ടെങ്കിൽ സഹകരിച്ചാൽ മതി എന്ന്. അതിനെ എങ്ങനെ കാണുന്നു? കാരണം ചിലവുകളെല്ലാം സർക്കാരാണല്ലോ വഹിക്കുന്നത്. എനിക്കൊരു 5 മിനിറ്റ് തന്നാൽ മതി. കേരളത്തിലെ ഗവർണർമാരായി വരുന്നവരോടെല്ലാം അത്തരത്തിൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക, അവരെ വ്യക്തിപരമായി നേരിടുക, അല്ലെങ്കിൽ അവരെ വല്ലാതെ വിമർശിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്യുക എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ പണി. കേരളത്തിലെ ഒത്തിരി ഗവർണർമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതിൽ ഒരുപക്ഷെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനായിരിക്കും എന്നെക്കാൾ പ്രായമുള്ള ഇതിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് എന്ന് എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആദ്യം ശ്രീ B. രാമകൃഷ്ണ റാവു കേരളത്തിൽ ഐക്യകേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ അദ്ദേഹമായിരുന്നു ഗവർണർ. ആദ്യത്തെ മന്ത്രിസഭ EMSൻ്റെ ഗവൺമെൻറ്റായിരുന്നു. നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളപ്പോൾ ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ജിൻഡോയ്ക്ക് നല്ല ഓർമ്മയുണ്ടാവും, പഠിച്ചിട്ടാണെങ്കിലും. അന്ന് ജീവിച്ചിരിപ്പില്ല നമ്മളാരും, എങ്കിലും ജനിച്ചിട്ടില്ലല്ലോ. പിന്നീട് അജിത് പ്രസാദ് ജെയിനും ഭഗവത് സഹായും എല്ലാം ഇവിടെ ഗവർണറായി വന്നു. ശ്രീ V. വിശ്വനാഥൻ ഇവിടെ ഗവർണറായിരുന്നു. ശ്രീ NN വാഞ്ചു ഇവിടെ ഗവർണറായിരുന്നു. നമ്മൾ ശ്രീമതി ജ്യോതി വെങ്കടചലത്തിൻ്റെ പേര് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത് എന്തിനാണ്? അല്ല, ശ്രീമതി റാം ദുലാരി സിൻഹയുടെ പേര് മാത്രം എന്തിനാണ് പറഞ്ഞു പോണത്? സ്വരൂപ് സിംഗ് ഗവർണറായിരുന്നു. B. രച്ചയ്യ ഗവർണറായിരുന്നു. P. ശിവശങ്കർ ഗവർണറായിരുന്നു. ശ്രീ ഖുർഷിദ് ആലം ഖാൻ കേരളത്തിലെ ഗവർണറായിരുന്നു. ജസ്റ്റിസ് സുഖ്ദേവ് സിംഗ് കാങ് കേരളത്തിൽ ഗവർണറായിരുന്നു. തീരുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ ശ്രീ RL ഭാട്ടിയ കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീ RS ഗവായ് കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീ MOH ഫാറൂഖ് കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീ നിഖിൽ കുമാർ കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീമതി ഷീലാ ദീക്ഷിത്തും കേരളത്തിലെ ഗവർണറായിരുന്നു 2014 ആണ്ടിൽ. ഇവിടെ അതുകൊണ്ടും തീരുന്നില്ല. നമ്മൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആദരണീയനായ, ഇപ്പോഴും അദ്ദേഹം തൊട്ടപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനത്തുണ്ടല്ലോ, ജസ്റ്റിസ് P. സദാശിവം ഗവർണറായിരുന്നില്ലേ ഒരു മുഴുവൻ ടേമും? ഇവരോടെല്ലാം ഇങ്ങനെയാണോ? അപ്പോൾ ഗവർണർമാർ അറിഞ്ഞ് ഗവർണർമാരുടെ ഒത്താശയോടെ അല്ലെങ്കിൽ ഗവർണർമാരെ അതിനെ പ്രേരിപ്പിച്ച് ഈ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിൽക്കുക എന്ന് പറയുന്നത് പോലെ രാജ്ഭവൻ അത്തരത്തിൽ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ ഈ കുടിലത നിറഞ്ഞ ഹസ്തിനപുരിയിലെ ശകുനിയായി ഗവർണർമാർ വേഷം കെട്ടിയാടുകയും അതിൻ്റെ മറ്റ് ഈ അവരുടെ സഹായികളും സിൽബന്ദികളുമൊക്കെയായി രാജ്ഭവനിലെ അവരുടെ ഈ മറ്റ് ആളുകളെല്ലാം അവരത്തരത്തിൽ ഇപ്പോൾ രാജ്ഭവനിലേക്ക് പുതുതായി തന്നെ അത്തരത്തിൽ പല ആളുകളെയും മുമ്പും ഇപ്പോഴുമെല്ലാം നിയമിച്ചിട്ടുണ്ടല്ലോ. ഇരിക്കട്ടെ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 152 മുതൽ 167 വരെയും ആർട്ടിക്കിൾ 213 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിരവധി വന്ന വേളകളിൽ ഇതിനെ സംബന്ധിച്ച് ഒടുവിൽ ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് നിയമിക്കുന്നവർ സംസ്ഥാന സർക്കാരുകളുമായി പൊരുത്തപ്പെട്ടു പോവുക, മിക്കവാറും അത്തരത്തിൽ ഇന്ത്യയിൽ അന്ന് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ B.R. അംബേദ്കർ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരത്തരത്തിൽ ആ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ച ജെന്റിൽമാനായി, അവർക്ക് വഴികാട്ടിയായി, അവരുടെ ഉപദേശിയായി, അവരുടെ സഹായിയായി അത്തരത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ ഈ വാചകങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ B.R. അംബേദ്കറുടെ വാക്കുകളാണ്.
പക്ഷേ കാലം പിന്നീട് തെളിയിച്ചത് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇന്നിപ്പോൾ ഒരു RSSകാരൻ, മുരത്ത RSSകാരൻ ആയിക്കോട്ടെ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ പേര് പറഞ്ഞില്ല. ആ മാന്യ വനിതയുടെ അത്തരത്തിൽ നിരവധി പേരുണ്ട്. അവരുടേതായ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടേതായ ലേഖനങ്ങളുമെല്ലാം അത്തരത്തിൽ നമ്മൾ വായിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾ ഈ നീതിന്യായ സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വന്ന് അവരുടെ മുന്നിലേക്കാണ് ഈ സാധാരണ ജനങ്ങൾ അവരുടേതായിട്ടുള്ള ജീവൻ്റെയും സ്വത്തിൻ്റെയും മൗലികാവകാശത്തിൻ്റെയും സംരക്ഷണത്തിന് ചെന്നാൽ ഇവരെങ്ങനെയായിരിക്കും പെരുമാറുക, വിധിന്യായങ്ങളിൽ എഴുതുക എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം. ഞാൻ ആ സംശയം ഉന്നയിക്കുന്നില്ല. കാരണം സുപ്രീം കോടതി തന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഏറ്റെടുക്കുന്ന ഭരണഘടനാ ചുമതല നിർവഹിക്കുമ്പോൾ ഭരണഘടനയോടായിരിക്കണം കൂറ് എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും തന്നെ ഗവർണറിലൂടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രവർത്തിക്കാനോ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതോ ആയ ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അല്ലാത്തപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളവുമുണ്ട്. ശ്രീ സമ്പത്ത്, ഞാൻ ചോദിക്കുന്നത് അർലേക്കറെ ഗവർണറായി കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിൽ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ CPM-ന് കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? അതല്ല പക്വമതിയായ ഗവർണർ എന്ന വിശേഷണം നൽകി സർക്കാരും ഗവർണറും തമ്മിൽ ഒരു നല്ല ബന്ധത്തിൻ്റെ വഴികൾ കണ്ടെത്തുക, സമന്വയത്തിൻ്റെ പാത കണ്ടെത്തുക എന്നതിന് മുൻഗണന നൽകുകയാണോ ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോൾ ഇതുപോലെയുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ വെറുതെ എന്തിനാണ് വിവാദമാക്കുന്നതെന്ന് ശ്രീ VP ശ്രീപത്മനാഭൻ ചോദിച്ചു. ഒരു ചിത്രത്തിൻ്റെ പേരിലൊക്കെ എന്തിനാണ് വിവാദമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പക്വമതിയായ ഗവർണർ എന്ന ആ വിശേഷണം തിരുത്തുമോ അതോ അതിൽ നിൽക്കുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ശ്രീപത്മനാഭൻ അദ്ദേഹം അഡ്വക്കേറ്റാണ്. ബിക്കോസ് ഞങ്ങൾ ഈ ലേണഡ് ഫ്രണ്ട്സ് എന്നൊക്കെയാണ് വക്കീലന്മാർ പറയാറുള്ളത് പരസ്പരം. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അത്തരത്തിൽ നേരിട്ട് ഒരു കേസിന് ഹാജരായിട്ടില്ല. എങ്കിലും ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒറ്റ സെക്കൻഡ്, ഞാൻ ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല ഗോപികൃഷ്ണ. ജസ്റ്റിസ് P. സദാശിവം കേരളത്തിൽ ഗവർണറായിരിക്കുമ്പോൾ കേരളത്തിൽ LDF ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെൻറ് ആരുടേതായിരുന്നു എന്നുള്ളത് നല്ല ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിത്വം സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് താനൊരു കൃഷിക്കാരനാണ്, ആ കുടുംബത്തിൽ നിന്നാണ് വന്ന് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആർക്കും അത്തരത്തിൽ ഇടപെടാൻ കഴിയുമായിരുന്നത്? അദ്ദേഹം അത്തരത്തിൽ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കിയൊന്നും മാറ്റിയില്ല. കേരളത്തെ അദ്ദേഹം വാസ്തവത്തിൽ ഒരു അമ്മ തൻ്റെ മക്കളെ കാണുന്നത് പോലെ കേരളീയരെ കണ്ടയാളാണ്. അതിനപ്പുറമായി മറ്റൊരാളെ നമുക്ക് പ്രതിഷ്ഠിക്കാനായി ഉണ്ടോ? നമുക്ക് ഗവർണറാണ് അർലേക്കർ എന്ന നിലപാടിൽ ഇപ്പോഴും ഉണ്ടോ താങ്കൾ, അതോ ഇല്ലയോ ഈ സംഭവത്തിന് ശേഷം? അതാണ് എന്റെ ചോദ്യം. അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. പക്വമതിയായ ഗവർണറായി തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഗവർണർ എന്നുള്ള ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന കാലത്തോളം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. സംഭവിച്ചിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടേതായ ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത്തരത്തിൽ ഒരു ചിത്രമില്ല? പ്രൈം മിനിസ്റ്റർ ഓഫീസിലല്ല, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ തന്നെ ഔദ്യോഗിക വസതിയിലാണ്. സ്വന്തം നമുക്കെല്ലാം ഈ സ്വകാര്യ വസതികൾ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ അങ്ങനെ ഗവർണർമാരായിട്ടുള്ളവരോ മറ്റാരെങ്കിലും അത്തരത്തിൽ ചെയ്താൽ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനില്ല ഇക്കാര്യത്തെ സംബന്ധിച്ച്. എന്നാൽ ഗവർണർമാർ അത്തരത്തിൽ തങ്ങളുടേതായ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുമ്പോൾ രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് ഇടയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം.